വിവേകത്തെ ഉണർത്തൂ. ജീവിതത്തിൽ സന്തോഷിക്കാനും പൊട്ടിച്ചിരിക്കാനുമൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആവശ്യപ്പെടേണ്ടത്? ഗുരുജിയുടെ ഉത്തരം ഇതാണ്: ഞാൻ എന്താഗ്രഹിക്കണം എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആഗ്രഹങ്ങൾ താനേ അങ്ങ് ഉയർന്നു വരികയാണ്. ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഒരു പ്രത്യേക മോഹത്തിനു വേണ്ടി മോഹിക്കുന്നത് അസാധ്യമാണ്. മോഹങ്ങൾ ചീത്തക്കാര്യമൊന്നുമല്ല. എന്നാലും നമ്മുടെ മോഹങ്ങൾ വിവേകത്തിന് വിരുദ്ധമാവാതെ ശ്രദ്ധിക്കണം. സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും എല്ലാം വേർതിരിച്ച് കാണാൻ കഴിയണം. ഗീതയിൽ ഭഗവാൻ പറയുന്നു, ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന മോഹങ്ങൾ ഞാൻ തന്നെയാണ്. ധർമ്മത്തിന് നിരക്കാത്ത മോഹങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് വിവേകമാണ്. നമുക്കുള്ളിൽ വിവേകത്തെ ഉണർത്തിയേ പറ്റൂ. ആഗ്രഹങ്ങളെ അടിച്ചമർത്താതെ വിവേകത്തെ ഉണർത്തിയെടുക്കൂ. വിവേകം നമ്മിലുണ്ടാവുന്ന ആഗ്രഹങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കും. ഏത് കർമ്മമാണ് ആനന്ദം തരിക എന്ന് എങ്ങനെയാണ് ഞാൻ തീർച്ചപ്പെടുത്തുക? അതിനുത്തരവും ഗുരുജിയുടെ കയ്യിലുണ്ട്. ആദ്യം കുറച്ചുകാലം സങ്കടപ്പെടുത്തിയാലും പിന്നെ ദീർഘകാലത്തേക്കുള്ള ആനന്ദമേകുന്ന കർമ്മങ്ങളാണ് നല്ല കർമ്മങ്ങൾ. ആദ്യം കുറച്ച് പ്രയോജനമൊക്കെ ചെയ്യുന്നതായി തോന്നിക്കുമെങ്കിലും പിന്നീട് നീണ്ടു നിൽക്കുന്ന കഷ്ടതയ്ക്ക് കാരണമാവുന്ന കർമ്മങ്ങൾ നികൃഷ്ടമാണ്. വൈരാഗ്യബുദ്ധി ഉണ്ടാവുന്നത് വളർന്ന രീതി കാരണമാണോ അതോ മുജ്ജന്മ സ്വഭാവം കൊണ്ടോ? ഗുരുജി പറയുകയാണ്, വൈരാഗ്യം അല്ലെങ്കിൽ നിർമ്മമത്വം വിവേകബുദ്ധിയുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ പഞ്ഞിമിഠായിയും കോലുമിഠായിയും കളിപ്പാട്ടങ്ങളുമൊക്കെ കിട്ടാനായിരുന്നു നമ്മുടെ മോഹം. വലുതാവും തോറും ഈ മോഹങ്ങളെല്ലാം താനേ കൊഴിഞ്ഞുപോയി. കളിപ്പാട്ടങ്ങളുടെ കാര്യത്തിൽ നമുക്ക് വൈരാഗ്യബുദ്ധി വന്നു. പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ ഭ്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. കാലം ചെല്ലുമ്പോൾ മോഹങ്ങൾ അനായാസം കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. തെളിഞ്ഞ അവബോധത്തോടെ മുന്നോട്ടു നീങ്ങുമ്പോൾ നമ്മുടെ മോഹബന്ധങ്ങൾ കൂടുതൽ വേഗത്തിൽ വീണൊഴിയും. അതും സ്നേഹത്തോടെ വീട്ടിലുള്ളതെല്ലാം എടുത്തു പുറത്തെറിയും എന്നല്ല ഇതിന്റെ അർത്ഥം. എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ആസക്തി ഇല്ലാതാവും. ഒരു ആഗ്രഹം സാധിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഒരു വേവലാതിയുമില്ല. മോഹബന്ധവും. എല്ലാം ഉണ്ടായിട്ട് പോലും വീണ്ടും എന്ത് കിട്ടാനാണ് മനസ്സ് മോഹിക്കുന്നത്? എന്താണ് അതിനെ ഇരിക്കപ്പുറതി കിട്ടാത്തതുപോലെ? അതിനും ഗുരുജിക്ക് ഉത്തരമുണ്ട്. ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല എന്നതാണ് ഒരു അനുഗ്രഹമായി കണക്കാക്കുക. ദിവ്യമായതിനുള്ള മോഹം ദിവ്യത്വം തന്നെയാണ്. യാതൊരു മോഹവുമില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരു സത്തയും ഉണ്ടാവില്ല. അറിവും ആഘോഷവും ഉണ്ടാവില്ല. അഹന്തയും ആത്മാഭിമാനവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഗുരുജിയുടെ കാഴ്ചപ്പാടിൽ ഗുരുജി പറയുകയാണ്, നിങ്ങളുടെ ആത്മാഭിമാനത്തെ പിടിച്ചെടുത്തുകൊണ്ടു പോകാൻ ആർക്കുമാവില്ല. അഹന്തയാവട്ടെ കാത്തു സൂക്ഷിക്കാൻ വിഷമമാണ്. അതുകൊണ്ട് അത് നിങ്ങളെ കഷ്ടപ്പെടുത്തും. ശുദ്ധ ചൈതന്യമായ തത്വചിന്തയും വിവേകബുദ്ധിയും ഉള്ളപ്പോൾ അഹന്ത നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. അഹന്തയുടെ നിലനിൽപ്പിന്
മറ്റൊരാൾ ആവശ്യമാണ്. ആത്മാഭിമാനത്തിന് അത് വേണ്ട. എങ്ങനെയാണ് പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കുക? എന്താണ് നിങ്ങൾക്കുള്ള കുറവ്? അത് ആദ്യം മനസ്സിലാക്കണം. കാരണം ഈ കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നത്. ദുഃഖവും നിസ്സഹായതയും തോന്നുമ്പോൾ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പരിമിതികൾ ആരാധനാകേന്ദ്രങ്ങളിൽ നേർച്ചയായി നൽകുക. പണം മാത്രം നേർച്ച നൽകുന്നതിനു പകരം നിങ്ങളുടെ ദൗർബല്യങ്ങളും പരിമിതികളുമെല്ലാം സ്വീകരിക്കാൻ ദൈവീക ശക്തി തയ്യാറാണ്. പൂർണ്ണതയാർന്ന ദൈവീകത നിങ്ങളിൽ തന്നെയാണുള്ളത്. അത് നിത്യമാണ്, സർവവ്യാപിയാണ്, സർവശക്തവുമാണ്. ഈ ദൈവീകതയുടെ ഭാഗമാണ്. നിങ്ങൾ എന്തു മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം പരിമിതിയെയും അപൂർണതയെയും പറ്റി എന്ന് വേവലാതിപ്പെടാനാണ്? ഗുരുജി അതിനും ഉത്തരം കൊടുത്തു. ഭക്തി, ജ്ഞാനം, സൽക്കർമ്മങ്ങൾ ഇവയിലൂടെ നിങ്ങൾ പൂർണ്ണനാണ് എന്ന് തിരിച്ചറിയൂ. ആ അറിവ് സിദ്ധിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പൂർണ്ണതയിൽ വിശ്വസിക്കൂ. അത് പ്രയത്നിച്ച് നേടിയെടുക്കേണ്ട ഒരു കാര്യമല്ല. വായു നമുക്ക് ചുറ്റുമുണ്ട്. അക്കാര്യം അറിഞ്ഞു മനസ്സിലാക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാം. എന്തായാലും അത് നേടിയെടുക്കേണ്ട ഒന്നല്ലല്ലോ. അതുപോലെ തന്നെ ദൈവീകതയില്ലാതെ നാം നിലനിൽക്കുന്നേയില്ല. ദൈവം എങ്ങനെയിരിക്കും? അവൻ എന്താണ് ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല. ദൈവീകത ഉണ്ട്, അത് എന്റേതു തന്നെയാണ്. ഞാൻ ദൈവീകതയുടെ ഭാഗമാണ്. ഇതറിഞ്ഞാൽ മതി. ദൈവീകത നിങ്ങളുടെ സ്വന്തമാണ് എന്ന തോന്നലിൽ തുടങ്ങുന്നതാണ് കൂടുതൽ എളുപ്പം. ക്രമത്തിൽ നിങ്ങൾ ദൈവീകതയുടെ ഭാഗം തന്നെയാണ് എന്ന തിരിച്ചറിവ് താനെ കൈവരും. വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒന്നിച്ച് ഒത്തുകൂടാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? സത്സംഗം പരസ്പരബോധവും ബന്ധുതയും കൂടുതൽ ശക്തിപ്പെടുത്തും. അങ്ങനെ നമ്മൾ ധാരാളം പേർ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. എന്നാൽ ആരും ജാതിയും മതവും ഒന്നും ചോദിക്കുന്നില്ല താനും. നാം എല്ലാം ഒന്നിച്ചു കൂടുന്നത് ഒരൊറ്റ കുടുംബമായിട്ടാണ്. കുറ്റകൃത്യങ്ങളും ദാരിദ്ര്യവുമൊക്കെ കൂടിക്കൂടി വരുന്നു. ഇതിന് നമുക്കെന്തു ചെയ്യാൻ കഴിയും? മതേതരത്വത്തിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള മാറ്റമാണ് കുറ്റവാസനയ്ക്കുള്ള പരിഹാരം. കുട്ടികൾക്ക് ആത്മീയ വിദ്യാഭ്യാസം നൽകണം. ദാരിദ്ര്യത്തിനുള്ള പരിഹാരമാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അത്യാഗ്രഹം എടുത്തു മാറ്റുക. ഓരോരുത്തർക്കും തോന്നണം ഉത്തരവാദിത്തം. എന്നിട്ട് ചോദിക്കണം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?